ആദ്യ വാർത്തയിലേക്കാണ്. കോഴയിൽ കള്ളം പറഞ്ഞോ? പുതിയ മദ്യനയത്തെക്കുറിച്ച് ബാർ ഉടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന സർക്കാർ വാദം നുണ എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ രേഖകൾ 24-ന് കിട്ടി. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതടക്കം വിഷയങ്ങൾ ആ യോഗത്തിൽ ചർച്ചയായി. ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയം അനുകൂലമാക്കുന്നതിന് പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രി MB രാജേഷ് നടത്തിയ പ്രതികരണമാണിത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കളും ഈ വാദം ആവർത്തിച്ചു. മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇക്കാണുന്നത്. യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ഉൾപ്പെടെ ബാർ ഉടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി. യോഗത്തിന് 2 ദിവസം കഴിഞ്ഞാണ് കൊച്ചിയിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വിവാദ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നത്. അതേസമയം ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന പ്രാഥമിക അന്വേഷണം നാളെ തുടങ്ങും. അനിമോന്റെയും മറ്റ് സംഘടനാ ഭാരവാഹികളുടെയും മൊഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. 24 തിരുവനന്തപുരം. ബോസ് പറയാണ്, ആശ്മീർ സന്തോഷ വാർത്തയുണ്ട്, ഡ്രൈ ഡേ മാറ്റാൻ തീരുമാനിച്ചു. ഇനി വില കൂടിയ മദ്യം ഓൺലൈൻ വഴി വീട്ടിലെത്താൻ പോകുന്നു. 24 ന്യൂസായി കണ്ടില്ലല്ലോ ഈ വാർത്ത. സർക്കാരിനും മദ്യവർക്കും ഗുണം ചെയ്യുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡേ മാറ്റാൻ തീരുമാനിച്ചായിരുന്നു, വാർത്തയായിട്ടൊന്നുമില്ല. അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല. അതിന് മദ്യം വരുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഈ ഡോർ ഡെലിവറി, അത് സർക്കാരിനും മദ്യവർക്കും ഗുണം ചെയ്യും. ബോസാണ് പറയുന്നത് കേട്ടോ. അത് ബാർക്കോഴ ആരോപണത്തിൽ ഇന്നും ഏറ്റുമുട്ടുന്നു ഭരണ പ്രതിപക്ഷ നേതാക്കൾ. വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. മദ്യനയത്തിൽ വിവാദ വെളിപ്പെടുത്തൽ വന്ന അന്നു തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇനിയും ശമനമായിട്ടില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട ബാറുടമകളുമായി ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാരുടെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും ഇവരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ആരോപണത്തിൽ സഭയ്ക്കകത്തും പുറത്തും UDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ K മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കം മറിച്ചിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. അനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതേസമയം മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശമില്ലെന്നും P രാജീവിന്റെ പരിഹാസം. അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തിൽ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ജാസ്മിൻ ജെയിൻ ചോദിക്കുകയാണ്, ആഷ്മി ബ്രോ, കോട്ടയത്ത് പോത്തിറച്ചി 440 രൂപയായി. ഇവിടെ ആരുമില്ലേ ചോദിക്കാൻ? ഉറപ്പായും ചോദിക്കേണ്ട ഒരു വിഷയം കേട്ടോ അത്.
തൃശൂർ രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. ഓഫീസ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തി എന്നാണ് പരാതി. അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതിയും നൽകി. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, അത് പോലീസ് സംവിധാനമാണ്, പ്രത്യേകിച്ച് പോലീസ് അക്കാദമിയിൽ ലൈംഗികാതിക്രമം ഉണ്ടായെന്ന് പറഞ്ഞ അങ്ങേയറ്റം ഗുരുതരമാണ്. എന്താണ് ആ പരാതിക്ക് അടിസ്ഥാനം സൂരജ്? ഈ മാസം 17, 18, 19 തീയതികളിലായി 3 ദിവസം ആണ് വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെ തുടർച്ചയായി ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് കാട്ടിയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഡയറക്ടർക്ക് തന്നെ, പോലീസ് അക്കാദമി ഡയറക്ടർക്ക് തന്നെ ഈ ഉദ്യോഗസ്ഥ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഈ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആദ്യ ദിവസം, അതായത് 17-ാം തീയതി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം നടത്തുന്നു. ആ സമയത്ത് തന്നെ യുവതി ഇത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ആ സമയത്ത് ദേഷ്യപ്പെട്ട് തന്നെ മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസവും ഓഫീസിൽ DTP എടുക്കാൻ, ക്ലർക്ക് വർക്ക് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവതി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആ സമയം GD ചാർജിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ലീവുമായിരുന്നു. അങ്ങനെയാണ് യുവതി രണ്ടാമത് അവിടെ എത്തുന്നത്. ആ സമയത്തും സമാനമായ രീതിയിൽ മോശമായി പെരുമാറുന്നു. പിറ്റേ ദിവസവും ലീവ് അപേക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്താണ് യുവതിയോട് വീണ്ടും അത്തരത്തിൽ പെരുമാറുന്നത്. അതേ തുടർന്ന് യുവതി വീട്ടിലേക്ക് മടങ്ങുകയും പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം വലിയ മാനസിക സംഘർഷത്തിൽ അകപ്പെടുകയും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി സംസാരിച്ച ശേഷമാണ് താൻ ഇത്തരത്തിലൊരു പരാതി നൽകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് കാണിച്ചുകൊണ്ടാണ് യുവതി ഇത് സംബന്ധിച്ച് എന്തായാലും പോലീസ് അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ എന്തായാലും വിശദമായ അന്വേഷണം, ഒരു ഇന്റേണൽ എൻക്വയറി, ആഭ്യന്തര അന്വേഷണത്തിന് നിലവിൽ പോലീസ് അക്കാദമി ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പരാതി വിയ്യൂർ പോലീസിന് കൈമാറണമോ എന്ന് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കിടക്കുക. എന്തായാലും പോലീസ് അക്കാദമിക്കകത്ത് ഇത്തരത്തിലൊരു പരാതി ഉയർന്ന എന്തായാലും സേനയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാശ്മീർ. ഓക്കെ, ഗൗരവം മാത്രമല്ല നാണക്കേടുമാണ്, അങ്ങേയറ്റം നാണക്കേടാണ്. പരാതിയുമായി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രംഗത്ത് വരുന്നത്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ. എറണാകുളം പുത്തൻവേലിക്കരയിൽ 2 പേർ മുങ്ങിമരിച്ചു. ജ്വാലാലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇത് അപകടകരമായ മേഖലയാണോ? അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിഷ്ണു? ഹാഷ്മി, അതിദാരുണമായ സംഭവമാണ്. കഴിഞ്ഞ വർഷം ഒരാൾ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടത്തുന്ന സ്ഥലത്തിന് സമീപമാണ്. ചാലക്കുടി പുഴയാണ് അവിടെ കാണുന്നത്. അതിന് തൊട്ടിങ്ങോട്ടായി ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഈ കുട്ടികൾ ഈ കനാലിലാണ് ആദ്യം ഇറങ്ങിയത്. പിന്നീട് ഇവിടുന്ന് കക്ക വാരി ഈ പുഴയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത്. കനാലിൽ സാധാരണഗതിയിൽ മുട്ടോളം വെള്ളം മാത്രമാണുള്ളത്. പക്ഷേ ഈ കുട്ടികൾ കനാലിൽ നിന്ന് പുഴയിലേക്ക് എത്തിയതോടെയാണ് അപകടം സംഭവിച്ചത്. 5 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരാൾ, നേഹ എന്ന് പറയുന്ന കുട്ടിയെ ആദ്യം തന്നെ നാട്ടുകാർ ഇടപെട്ട് രക്ഷിച്ചു. ബാക്കി 2 കുട്ടികളെയും ലഭിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ്. പോലീസും സ്കൂബ ടീമും എല്ലാം എത്തി നടത്തിയ ഫയർഫോഴ്സ് ഉൾപ്പെടെ നാട്ടുകാരുടെ സഹായത്താൽ നടത്തിയ പരിശോധനയിലൂടെ ഒടുവിലാണ് ഈ കുട്ടികളെ രക്ഷിച്ചത്. ഇത്തരത്തിൽ സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണോ എന്ന ആളുകളോട് തന്നെ ചോദിക്കും. ഇവിടെ സ്ഥിരമായി ഇതിനു മുമ്പ് അപകടം നടന്നിട്ടുണ്ടോ? ഏകദേശം 1 വർഷം മുന്നേ ഇവിടെ ഇതുപോലെ തന്നെ ഒരു അപകടം നടന്നിട്ടുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണക്കങ്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അടുത്താണ്. നിലവിൽ ഇവിടെ ഉപ്പുവെള്ളം കയറാതിരിക്കാനായിട്ട് ഒരു തടയണ സ്ഥാപിക്കാറുണ്ട്. മഴ കനത്തപ്പോൾ 4 ദിവസം മുന്നാണ് ഇത്തരത്തിൽ ആ ബണ്ട് പൊട്ടിച്ചത്. ബണ്ട് പൊട്ടിച്ചതിന് ശേഷം ശക്തമായിട്ട് ഒഴുക്ക് നിലനിൽക്കുന്ന സ്ഥലമാണ്. നിലവിൽ രാവിലെ 8 മണിയോട് ഒപ്പിച്ചിട്ട് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം കക്ക വാരുന്ന സ്ഥലത്ത് നിലവിൽ നിലയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പുറം ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നിലയില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത്. ഇതിന് മുന്നും ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇത്തരം ഭാഗങ്ങളിൽ ആരും തന്നെ ഇറങ്ങാത്ത ഒരു പ്രദേശമാണ്. സ്ഥിരമായി, അതായത് ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് സമാനമായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ഇനി ഇത്ര അപകടം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ബോർഡുകളൊക്കെ സ്ഥാപിക്കാൻ തയ്യാറാകണം എന്ന നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥനയുമുണ്ട്. ഹാഷ്മി. വിഷ്ണു സുരേഷാണ്. അപകടം എറണാകുളം പുത്തൻവേലിക്കരയിലാണ്. 3 കുട്ടികളെ രക്ഷിച്ചു, പക്ഷേ 2 കുട്ടികൾ മുങ്ങി മരിച്ചത്. ഇവിടെ ഒരു പ്രേക്ഷകർ ഇർഷാദ് പറഞ്ഞ ഹാഷ്മി, 2 ദിവസം മുൻപ് എൻ്റെ നാട്ടിലും ഒരു കുട്ടി മുങ്ങി മരിച്ചു. ഈ സ്കൂൾ അവധി കാലങ്ങളിൽ മുങ്ങിമരണ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നതാണ്. ഈ ജലാശയങ്ങളിൽ വെള്ളം വല്ലാതെ കൂടിക്കിടക്കുന്ന സമയമാണ്, അത്രയും മഴ പെയ്തതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള അവധി ദിവസങ്ങളിൽ ജലാശയത്തിലുള്ള കളി വേണ്ട എന്നുറപ്പായി മക്കളോട് മാതാപിതാക്കൾ പറയണം. അവരെ അങ്ങോട്ടേക്ക് വിടാതിരിക്കണം. കാര്യം അപകടമാണ്, അതുകൊണ്ടാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ KSU നടത്തിയ തെക്കൻ മേഖല പഠന ക്യാമ്പിൽ കൂട്ടത്തല്ല്. ഒരു KSU നേതാവിൻ്റെ തലയ്ക്ക് പരിക്കേറ്റു. ക്യാമ്പിൻ്റെ ഭാഗമായി നടത്തിയ നാടൻ പാട്ടിനിടയിലാണ് തല്ലുണ്ടായത്. 3 അംഗ സമിതിയെ നിയോഗിച്ച് അന്വേഷണം ആരംഭിക്കുന്നു KPCC. നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന തെക്കൻ മേഖല പഠന ക്യാമ്പിലാണ് പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. ഇന്നലെ അർദ്ധരാത്രിയാണ് തമ്മിൽ തല്ലുണ്ടായത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന നാടൻ പാട്ടിനിടെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നാലെ കൂട്ടത്തല്ലായി.
മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് തമ്മിൽ തല്ലിൽ കലാശിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഭവത്തിൽ KPCC 3-അംഗ സമിതിയെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാക്കളായ MM നസീർ, പഴകുളം മധു, AK ശശി എന്നിവരടങ്ങുന്ന സമിതിയോട് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ KPCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പ് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ക്യാമ്പ് അലങ്കോലപ്പെടുത്താൻ പുറത്തുനിന്നെത്തിയവർ നടത്തിയ നീക്കമാണെന്നാണ് KSU സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. മദ്യപാനം നിർത്താൻ ഭർത്താക്കന്മാർക്കൊരു ഉപദേശം ഹരിദാസ് കൊടുക്കുന്നു. കുടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ കഥ അടച്ച് പുറത്ത് കിടത്തുക, രാത്രി പറ്റുമെങ്കിൽ പോലീസിന്റെ സഹായം തേടുക എന്നൊക്കെ പറയുന്നുണ്ട്. പ്രാക്ടിക്കലാണോ എന്നറിയില്ല, എന്തായാലും പരീക്ഷ നോക്കാവുന്നതാണ്. ഒരു സങ്കട വാർത്തയിലേക്കാണ്. കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത ദുരന്ത ഞായർ. ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഓക്സിജൻ കാലി സിലിണ്ടറുകളിൽ നിറയ്ക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ ആശുപത്രി ഉടമകൾ ഒളിവിൽ പോയി. അന്വേഷണം ആരംഭിച്ചുവെന്ന് ഡൽഹി സർക്കാർ അറിയിച്ചു. വിളിച്ചുവരുത്തിയ അപകടമാണ് ഡൽഹി വിവേക് വിഹാറിലേത്. റോഡരികിൽ കടമുറികളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം രൂപം മാറ്റി ആശുപത്രിയാക്കുകയായിരുന്നു. വ്യവസ്ഥകൾ പ്രകാരമുള്ള സ്ഥല ലഭ്യത ഇവിടെ ഉണ്ടായിരുന്നില്ല. വലിയ സിലിണ്ടറുകളിൽ നിന്ന് ലാഭാർത്ഥം ചെറിയ സിലിണ്ടറുകളിലേക്ക് ഓക്സിജൻ മാറ്റാനുള്ള ശ്രമമായിരുന്നു ആശുപത്രിയുടെ മുന്നിലുള്ള റോഡിന് സമീപം വെച്ച് നടന്നത്. രാത്രി 12 മണിയോടെ സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഏതാണ്ട് 3 വർഷമായി പ്രവർത്തിക്കുന്ന ആശുപത്രി നിയമവിരുദ്ധമാണെന്ന പരാതി ഉണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 20ഓളം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇവരിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായി. മറ്റുള്ള കുഞ്ഞുങ്ങളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തീ പടർന്നിട്ടും നാട്ടുകാരിൽ ചിലർ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊട്ടിത്തെറിച്ച സിലിണ്ടറിന്റെ കഷ്ണങ്ങൾ പതിച്ച സമീപത്തെ വീടുകളും അഗ്നിക്കിരയായി. 9 ഫയർ ടെൻഡറുകളിൽ വെള്ളമെത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി നടത്തിയവർ ഒളിവിലാണ്. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയ കുട്ടികളിൽ ചിലർ വെന്റിലേറ്ററിലാണെന്നാണ് വിവരം. നിയമം അനുശാസിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഈ ആശുപത്രി പ്രവർത്തിച്ചു വന്നത്. അത് ജീവിക്കാനുള്ള 7 കുഞ്ഞുങ്ങളുടെ അവകാശം ഇല്ലാതാക്കിയിരിക്കുന്നു. ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇതുപോലെ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളാണുള്ളത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R. രാധാകൃഷ്ണൻ, 24. കുറച്ച് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 5 പേർ വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോൾ പോലും അങ്ങേയറ്റം ദാരുണമായ വേദനാജനകമായ സംഭവമാണ്. കുറ്റക്കാരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. ഹൃദയഭേദകം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കുറ്റക്കാർ ഇനി അത്തരത്തിൽ ആർക്കും മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ കഴിയൂ. ഗുജറാത്തിലുമുണ്ടായി. രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32 ഇതിൽ 12 പേരും കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിൽ കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ കൂട്ടിയത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ശേഷിപ്പ് തിരയുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അത്രയും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ വിവരം നൽകാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മടിക്കുകയാണ്. യാതൊരു അനുമതിയും ഇല്ലാതെയാണ് 2020 മുതൽ TRP എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അലൂമിനിയം ഷീറ്റും കമ്പികളും കൊണ്ടുണ്ടാക്കിയ 3 നില നിർമ്മിതിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. കോർപ്പറേഷൻ NOC നൽകിയില്ലെന്ന് മേയറും ഇപ്പോൾ പറയുന്നു. ചുരുക്കത്തിൽ സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്ന് പ്രവർത്തിച്ചിട്ടും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് കൈകഴുകുകയാണ്. അവധി ദിനം ആഘോഷിക്കാനെത്തിയ ആൾത്തിരക്കിനിടെയാണ് തീ പടർന്നത്. इसीलिए हम लोग यहाँ पे अभी देखने आए हैं कि भाई यहाँ हमारा कोई रिलेटिव वाला कोई हमको फोन तो नहीं करता, तो हम देखने आते हैं कि भाई यहाँ कोई अपना रिलेटिव वाला है कि नहीं है. तो पुलिस वाला डंडा लेके पीछे दौड़ता है. और जब ये इतना बड़ा कारोबार चल रहा था तब किसी ने किसी का सेफ्टी के बाबत कुछ नहीं देखा था. सेफ्टी तो देखा ही नहीं था. साइन कर दिया, नोट लाओ, पीछे जेब में डालो और चल जाओ. AC-യിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വൻതോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനം അത് ആളിക്കത്തിച്ചു. ജനറേറ്ററിനായി 2000 ലിറ്റർ ഡീസൽ, ഗോ കാർട്ടിംഗ് കാറുകൾക്കായി 1500 ലിറ്റർ പെട്രോൾ എന്നിവ കരുതിയിരുന്നു. പക്ഷേ തീ പിടിച്ചാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും സ്ഥാപനത്തിലില്ല. उसमें कोई पुलिस वाला पकड़ता नहीं है और किसी का कुछ खून खराब हो गया तो उसमें कोई पुलिस वाला ज्यादा ध्यान नहीं देता है. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി
സ്ഥിതി വിലയിരുത്തി. യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെയൊരു സ്ഥാപനത്തിന് കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശിക്ഷാ നടപടി ഈ സ്ഥാപന ഉടമകളിൽ മാത്രം ഒതുങ്ങരുത്. അവർക്ക് ഒത്താശ ചെയ്തവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്കോട്ടിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ ഡൽഹിയിലുണ്ടായ ദാരുണ സംഭവത്തിൽ, ഗുജറാത്തിലുണ്ടായ ദുരന്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാവട്ടെ. ഡൽഹിയിൽ സഹ്യാദ്രിയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. പ്രമീള ഷാദ്, അഞ്ജു ശർമ്മ, കേശവ് ശർമ്മ എന്നിവരാണ് മരിച്ചത്. കൃഷ്ണനഗറിൽ പുലർച്ചെ 2:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. 3 ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് തീ അണച്ചത്. പരിക്കേറ്റ 10 പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. 4 നിലകളുള്ള കെട്ടിടത്തിന്റെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് തീ പടരുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആശ പറയും, നേരത്തെ ഹരിദാസ് മദ്യപിച്ച് വരുന്നവരെ വീട്ടിൻ്റെ പുറത്ത് കിടത്ത ഒരു സന്ദേശം, ഒരു ടിപ്പ് കൊടുത്തായിരുന്നു. അതിന് ആശയുടെ പ്രതികരണം ഇങ്ങനെയാണ്: പുറത്ത് കിടത്താൻ സാധിക്കുമോ, എന്നാൽ കതവ് പൊട്ടിക്കും, അതാണ് അവസ്ഥ. അടിച്ച അടിയിൽ ഇപ്പോഴും എൻ്റെ ഒരു ചെവി കേൾക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് പോലീസിനെ വിളിക്കേണ്ട സംഭവമാണ്. അത് ഗാർഹിക പീഡനമാണ്, അത് തമാശയല്ല. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചു മുഖ്യമന്ത്രി. മറ്റന്നാളാണ് യോഗം. സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. അരുൺരാജ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, അത്തരത്തിൽ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കൽ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു ഗാർഹിക പീഡന കേസിലെ പ്രതിയെ പോലീസ് കയ്യോടെ വിദേശത്തേക്ക് പോകാൻ ഒത്താശ ചെയ്തു കൊടുത്തൊക്കെ ഈ ദിവസങ്ങളിൽ വാർത്തയായതാണ്. സമഗ്രമായി ഇടയ്ക്കിടെ ഉണ്ടാവുന്ന യോഗമാണെങ്കിൽ കൂടിയും ഈ ദിവസങ്ങൾ കേട്ട വിവാദങ്ങൾ ചർച്ചയാകുന്ന യോഗമാകുമോ അത്, അരുൺ? തീർച്ചയായും മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം വിളിക്കുന്നത്. പന്തീരാങ്കാവ് കേസ്, അതുപോലെ തന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാക്രമങ്ങൾ, ഈ കേസുകളിലെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായതായാണ് നിലവിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന ആഭ്യന്തരവും വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഈ മാസം 28-ന് വിളിച്ചിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് കോളിലായിരിക്കും യോഗം നടക്കുക. സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തുക അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, ഈ ഗുണ്ടാക്രമങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ. അരുൺരാജാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം വിളിക്കുന്ന മുഖ്യമന്ത്രി. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസിനെതിരെ വിമർശനങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ വിളിക്കാറുള്ളതാണ്. അതുപോലെ ആവാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഇവിടെ സാഗർ ജാക്കി വയ്ക്കുന്നു. ഹായ് ഹാഷ്മി, സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്. അല്പസമയം മുൻപും ഹിമമഴയിൽ എന്ന സംഗീതം ആലപിക്കാൻ ശ്രമിച്ചപ്പോൾ ഡെസ്കെ ഫെബിൻ കെ മൻസൂർ ഇതേ ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം. കണ്ണൂർ ആറളത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനയെ ആറളം ഫാമിലേക്ക് തുരത്തി. വനത്തിലേക്ക് തുറന്നുവിടാനുള്ള ശ്രമം തുടരുകയാണ്. പ്രതിരോധ വേലി മറികടന്നാണ് കാട്ടാന എത്തിയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ആനയെ തുരത്താനുള്ള ശ്രമം എങ്ങനെയാണ്? ഹാഷ്മി, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആറളം ഫാമിൽ പ്രത്യേക ദൗത്യസംഘം RRT സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആറളം ഫാം ഉൾപ്പെടുന്ന മേഖലയിൽ, ജനവാസ മേഖലയല്ല, ഫാമിൻ്റെ മേഖലയിൽ കാട്ടാനകൾ ധാരാളമായി തമ്പടിച്ചിരുന്നു. ഇവ പലപ്പോഴും ആറളം ഫാം പുനരധിവാസ മേഖലയിലും പുഴ കടന്നുള്ള മറ്റ് ജനവാസ മേഖലകളിലേക്കും എത്തുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് അല്പസമയം മുൻപാണ് ആന പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയത്. അവിടെ പ്രതിരോധ വേലി അടക്കമുള്ള സംവിധാനമുണ്ട്. അത് മറികടന്നാണ് കൊമ്പൻ പുഴയും നീന്തി എതിർഭാഗത്തേക്ക് എത്തിയത്. പിന്നാലെ ഇതേ ഫാമിൽ ക്യാമ്പ് ചെയ്യുന്ന ദൗത്യസംഘവും കൊട്ടിയൂർ റേഞ്ചിൽ ഉൾപ്പെട്ട വനപാലക സംഘവും സ്ഥലത്തെത്തി ആനയെ അവിടുന്ന് ഫാം മേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വനത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം ഇപ്പോഴും ദൗത്യസംഘം തുടരുന്നുണ്ട്. ഒറ്റയാനാണ്. ഇതുകൂടാതെ 50ഓളം ആനകൾ ഫാം മേഖലയിൽ മാത്രം തമ്പടിച്ചിട്ടുണ്ട്. അവിടുത്തെ പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇത് കൂടാതെയാണ് ഫാമിന് പുറത്തേക്കുള്ള ജനവാസ മേഖലയിലുള്ള ആളുകളെ കൂടി ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് കാട്ടാന പുറത്തേക്കൊക്കെ എത്തുന്ന സാഹചര്യമുള്ളത്. പക്ഷേ വനം വകുപ്പ് പറയുന്നത് ആറളം ഫാമിൽ മാത്രം ഈ പ്രത്യേക ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയോളമായി RRT സംഘം ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യസംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൊമ്പനെ അവിടെ നിന്ന് ഫാമിനകത്തേക്ക് നീക്കിയിട്ടുണ്ട്. ഫാമിനകത്ത് മറ്റ് ആനകൾ കൂടി ഉണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലും കൊമ്പനെ ഒറ്റയാനാണ്. അതുകൊണ്ട് കൊമ്പനെ വനത്തിലേക്ക് തന്നെ കടത്തിവിടാനുള്ള ശ്രമം കൂടി ദൗത്യസംഘം ഇപ്പോൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് പറയുന്നത്. ഈ ഫാമിൻ്റെ പല മേഖലകളിലും വലിയ തോതിൽ കാട്ടാനകൾ തമ്പടിച്ചിരുന്നു. അതാണ് നേരത്തെ ഒരാഴ്ച മുമ്പാണ് ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ ഒരു വീടിൻ്റെ അടുക്കള ഭാഗം കാട്ടാന തകർത്ത അത്തരം സാഹചര്യങ്ങളൊക്കെയുണ്ട്. ഏതായാലും വനപാലക സംഘം ഇപ്പോഴും ആ കൊമ്പനെ വനത്തിലേക്ക് തുരത്താനുള്ള ദൗത്യം തുടരുകയും ചെയ്യുന്നു. ആറളത്ത് പുതുമേല കാട്ടാന ഇറക്കം, എന്തായാലും ഒരു കാട്ടാനോട് ഇറങ്ങുന്നു, പേടിക്കേണ്ടതില്ല എന്ന് സജോ പറയുകയാണ്. വസന്തകുമാരിക്ക് പറയുന്നു, പിഞ്ചു മക്കൾ ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴേ ലൈസൻസും ഫിറ്റ്നസ്സും ഒക്കെ ഓർക്കൂ. അതുവരെ പരാതി പറയുന്നവർ കുറ്റക്കാർ.
അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് മുന്നിലല്ലേ. കോവിഡിനെ തുടർന്ന് മനുഷ്യരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു എന്ന് ലോകാരോഗ്യ സംഘടന. ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞെന്നാണ് പഠനം. ന്യൂസ് ഡെസ്കിൽ നിന്നും സ്മിത ഹരിദാസ് ആവാത്തോട് വിവരങ്ങൾ ചെയ്യുന്നു. സ്മിത, ഇത് ആയുർദൈർഘ്യത്തിന്റെ കുറവ് എന്ന നിലയ്ക്ക് കാണണോ, അതോ ലോകത്തിന്റെ ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ മേഖലയുടെ ഒരു സുസ്ഥിര വളർച്ച ഉണ്ടായിരുന്നു, അതിന് ഒരു അടി കോവിഡ് കൊടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ ഹാഷ്മി, ഇപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പുറത്തു വരുമ്പോൾ ആ കണക്കിൽ പറയുന്നത് 2030 സുസ്ഥിര വികസനം എന്ന ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് കോവിഡ് പാൻഡമിക് അത് ലോകം മുഴുവൻ ആഗോളതലത്തിൽ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി അഥവാ ആയുർദൈർഘ്യം, അതിനെ മാത്രമല്ല ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസിയെയും ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചിട്ട് നമ്മുടെ 2021 വരുമ്പോൾ 71.4, അതായത് 71 വയസ്സും 4 മാസവുമാണ് കൃത്യമായി പറഞ്ഞാൽ ശരാശരി ആയുർദൈർഘ്യം. 1.8 വർഷമാണ് അതായത് 1.8 എന്ന് പറയുമ്പോൾ 1 വർഷവും 8 മാസവും അത്രയാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് വരുമ്പോൾ 2012 കുത്തനെ അങ്ങ് പോയിരിക്കുകയാണ്. ആ കാലത്തുണ്ടായിരുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി അതിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പം അത്രയും വർഷത്തിൻ്റെ വികസനം പാടെ അങ്ങ് തൂത്ത് കളഞ്ഞു പാൻഡമിക്. അതുപോലെ വരുന്ന ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആരോഗ്യത്തോടെയുള്ള ആയുർദൈർഘ്യം, അത് 1.5 വർഷമായി കുറഞ്ഞിരിക്കുന്നു. 1 വർഷവും 5 മാസവുമായി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് 61.9 മാസം, 61 വയസ്സും 9 മാസവും എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 62 വയസ്സിലേക്ക് കുറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാ കാലവും ഈ ആരോഗ്യ മേഖലയിലെ വികസനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തന്നെ കോവിഡ് പാൻഡമിക് വന്നതോടുകൂടി അത്രയും കാലത്തെ വർഷത്തെ വികസനം അല്ലെങ്കിൽ പുരോഗതി അതിനെ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് 2030 ആകുമ്പോഴേക്കും ഈ കാണുന്ന വികസനം മുഴുവനും ആരോഗ്യ മേഖലയിൽ വരണമെങ്കിൽ ജീവിത ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതം, അതായത് നമ്മൾ സ്ഥിരമായി കാണുന്ന BP ഉണ്ട്, പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്, അതുപോലെ ഹൃദ്രോഗങ്ങളുണ്ട്, സ്ട്രോക്ക് ഉണ്ട്. ഇതൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ചികിത്സാ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ള വികസനം വരികയുള്ളൂ. അത് കഴിഞ്ഞാണ് പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം കോവിഡ് റിലേറ്റഡ് പ്രശ്നങ്ങളുമായിട്ട് 15 ബില്യണിലേറെ കൂടുതൽ മരണങ്ങളാണ് 2021 വരെ റിപ്പോർട്ട് ചെയ്തത്, അതായത് 2019-21 കാലഘട്ടത്തിൽ. അപ്പോൾ ആ രീതിയിൽ ആഗോള തലത്തിൽ തന്നെ ആരോഗ്യ മേഖലയെ വല്ലാതെ തിരിച്ചടി ആണ് ഈ കോവിഡ് പാൻഡമിക് ബാധിച്ചിരുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രസ് അഥനം തന്നെ പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കും. എന്തായാലും ആഗോള ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല. ഈ കോവിഡ് ഉണ്ടാക്കിയ ശല്യം ചില്ലറ ശല്യമല്ലെന്നേ. ഇപ്പോൾ അതിനുശേഷം വാക്സിൻ, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കിട്ടും, അത് പേടിക്കേണ്ടതില്ല എന്നൊക്കെ കേട്ടാലും ആശങ്കയുള്ളവരുണ്ട്. അതിനെ തുടർന്ന് ലോകം ഒന്നാകെ ആയുർദൈർഘ്യത്തിലെ കുറവ് ആണ് റിപ്പോർട്ട്, അത് പറയുകയായിരുന്നു സ്മിത. അരുൺ ബാബു പറയുന്നു, പൊൻകുന്നം ഓട്ടോ സ്റ്റാൻഡിന് മുകളിൽ ഒരു മരക്കമ്പ് അപകടകരമാവണ്ണം ഉണ്ട്. അത് അപകടം നടക്കുന്നവരെ നോക്കിയിരിക്കണോ, അതിൻ്റെ അധികാരപ്പെട്ടവരോട് നോക്കാൻ പറയാമോ ഹാഷ്മി? പൊൻകുന്നം ഓട്ടോ സ്റ്റാൻഡിന് മുകളിൽ ഒരു മരക്കമ്പ് അപകടകരമാവണ്ണം നിൽപ്പാണ്. കൊച്ചി കുണ്ടന്നൂരിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകരുടെയും കുഫോസ് അധികൃതരുടെയും യോഗം വിളിച്ചു മരട് നഗരസഭ. 1/2 കോടി രൂപയുടെ നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പെരിയാർ മത്സ്യക്കുരുതിയിൽ വകുപ്പുകൾ തമ്മിലുള്ള ഭിന്നത ഒഴിവാക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നടപടിയുണ്ടാകും എന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. എറണാകുളം കുണ്ടന്നൂർ പുഴയിൽ ഇന്നലെ രാവിലെ മുതലാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. 8 മത്സ്യകർഷകരുടെ കൂടുകളിലെ മുഴുവൻ മീനുകളും ചത്തു. 1/2 കോടി രൂപയിലേറെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. മത്സ്യക്കുരുതിയുടെ കാരണം വ്യക്തമാകണമെങ്കിൽ കുഫോസിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവരണം. ഇത് ഉണ്ടായിട്ടുള്ളത് നാളുകളിൽ ഉണ്ടാകാതിരിക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ഒരു പഠനം. കാരണം ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ പെരിയാറി കണ്ടെക്കുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം തൊട്ടടുത്ത് ഫാക്ടറികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണോ മഴയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണോ, ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച്, കാരണം ഇത് വരാതിരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കൂടുതൽ സ്ഥലങ്ങളിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. അതേസമയം പെരിയാർ വിഷയത്തിൽ ഒരു പഠന റിപ്പോർട്ടും സർക്കാരിന് ലഭിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ റിപ്പോർട്ട് സബ് കളക്ടർ കളക്ടർ വഴി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. സവിശേഷ വൈദഗ്ധ്യമുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ ആധാരമാക്കിക്കൊണ്ട് അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം വേണമെങ്കിൽ അതിനും സർക്കാർ തയ്യാറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മത്സ്യക്കുരുതിയിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര യുദ്ധം ഇനി വേണ്ടെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. വസ്തുതകൾ മാത്രം നൽകി കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനും നിർദ്ദേശം. റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. 24 കൊച്ചി.
കണ്ണൂരിലെ അവയവ കച്ചവട ആരോപണത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ പോലീസ് കേസെടുത്തു. വധഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എന്നാൽ വൃക്ക തട്ടിയെടുക്കാൻ നോക്കിയെന്ന ആരോപണം ഉൾപ്പെടുത്താതെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം വ്യാജമാണെന്ന് ഇടനിലക്കാരൻ ബെന്നി 24നോട് പ്രതികരിച്ചു. ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അതൊരു കിഡ്നിൻ്റെ ഏജന്റാണ്. ആ ഏജന്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിൻ്റെ കിഡ്നി എടുക്കാം, 9 ലക്ഷം രൂപ തരാം. 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് കേട്ടു. പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ ആദിവാസി യുവതിയുടെ ഈ വെളിപ്പെടുത്തലാണ് കണ്ണൂരിലെ അവയവ കച്ചവട കണ്ണികളെക്കുറിച്ചുള്ള സംശയം ബലപ്പെടുത്തുന്നത്. അതേസമയം ഇടനിലക്കാരനെന്ന ആരോപണം നിഷേധിച്ച് കണിച്ചാർ പെരുന്തോടി സ്വദേശി ബെന്നി, അവയവ കച്ചവടത്തിന് താൻ ഇടനില നിന്നിട്ടില്ല, അവയവദാനത്തിന്റെ നിയമവശങ്ങൾ യുവതിയുടെ ഭർത്താവിന് പറഞ്ഞു നൽകുക മാത്രമാണ് ചെയ്തത്. വൃക്ക സ്വീകരിക്കുന്നവരോട് യുവതി 20 ലക്ഷം ആവശ്യപ്പെട്ടു. ഈ തുക ലഭിക്കാതിരുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്നും ബെന്നി. പൈസ ഞാൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല, പൈസ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞിട്ടില്ല, ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ വൃക്കയുടെ ബ്രോക്കർ പണിയൊന്നും ചെയ്തിട്ടില്ല. ഈ വൃത്തിയുടെ ബ്രോക്കർ പണി ചെയ്താൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു കിഡ്നി കൊടുക്കാനെന്നും പറഞ്ഞ് ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. അവയവ വിൽപ്പനയ്ക്കായി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ കണ്ണൂർ കേളകം പോലീസ് കേസെടുത്തു. വധഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. അതേസമയം വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 24 കണ്ണൂർ. ഒരു വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ തൃശ്ശൂർ സമാനമായ സംഭവം കണ്ടു, കണ്ണൂർ സമാനമായ സംഭവം കാണുന്നു. അപ്പോൾ അത്രത്തോളം വ്യാപകമാണ് കേരളത്തിലെ ഈ പറഞ്ഞ റാക്കറ്റ്. അന്വേഷണം ഉറപ്പായും വേണം. തട്ടിപ്പുകാർ ആരൊക്കെയെന്ന് കണ്ടെത്തൽ മസ്റ്റാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ അവയവ കടത്ത് കേസിലെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ പരിശോധന തുടങ്ങുകയാണ്. പ്രധാന കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന പ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. അവയവക്കടത്ത് സംഘത്തിൽ കൊച്ചിയിൽ പ്രാദേശിക സഹായം കിട്ടി എന്നും അന്വേഷണ സംഘം വിലയിരുത്തുകയാണ്. പിടിയിലായ പ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ പരിശോധന. അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന ഇരകളും കണ്ണികളും ഇവിടെയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. അവയവക്കടത്തിലെ പ്രധാനിയായ കൊച്ചി സ്വദേശി മധുവും സാബിത്തും ചേർന്ന് നെടുമ്പാശ്ശേരിയിലൂടെയും ആളുകളെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് വിവരം. ഇവർക്ക് കൊച്ചിയിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചു. കശ്മീരിൽ നിന്നുൾപ്പെടെ കൊച്ചി സ്വദേശി മധുവിന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം എത്തിയതായാണ് കണ്ടെത്തൽ. പോലീസ് കസ്റ്റഡിയിലുള്ള സാബിത്തിന്റെ ചോദ്യം ചെയ്യൽ 5-ാം ദിവസത്തിലേക്ക് കടന്നു. റിമാൻഡ് ചെയ്ത സജിത്തിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ഉടൻ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 കൊച്ചി. നേരത്തെ ആ ഭർത്താവിൽ നടി കിട്ടിയെന്ന് പറഞ്ഞ ആശാവി പ്രേക്ഷക പിന്നെയും പറയുകയാണ്. ആഷ്മി പോലീസിൽ പരാതി കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നത് ഭർത്താവിനെ കണ്ടാൽ പാവത്താനെ പോലെ ഉണ്ടെന്ന്, പക്ഷേ വീട്ടിലെ അവസ്ഥ ജീവിക്കുന്നവർക്കല്ലേ അറിയൂ, ഞാൻ മരിക്കാൻ വരെ പോയ ആളാണെന്ന് പറയുകയാണ്. അങ്ങനെയൊന്നും പോലീസിന് പറയാൻ പറ്റൂലെന്നേ. ഈ ഗാർഹിക പീഡനത്തിന് പ്രത്യേക ഇല്ല. പന്തീരാങ്കാവ് പോലീസിലെ ചിലർക്കത് അറിയത്തില്ലെങ്കിലും ഗാർഹിക പീഡനത്തിനൊക്കെ കർശനമായ നിയമങ്ങളുള്ളത്. പോലീസിന് അങ്ങനെ ഭർത്താവിനെ കണ്ട പാവത്താനാണ്, അതുകൊണ്ട് അടിക്കലും തോന്നുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. അത് കേസെടുക്കാൻ മസ്റ്റാണ്. ഏത് സ്ഥലമാണ്, ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് പറയാമെങ്കിൽ കൃത്യമായി പറയൂ. നമുക്ക് വാർത്ത ചെയ്യാം. ചെന്നൈ MGR മംഗളൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ S5 ബോഗിയിൽ വിള്ളൽ കണ്ടെത്തി. ചക്രങ്ങളോട് ചേർന്ന ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. ട്രെയിൻ കണ്ണൂരിലെത്തിയപ്പോഴാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. വിള്ളൽ കണ്ടെത്തിയ ബോഗി ഒഴിവാക്കി യാത്രക്കാരെ മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി യാത്ര തുടർന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, എന്തുകൊണ്ടാണ് വിള്ളൽ? അത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാത്ത വിള്ളലാണോ? ഹാഷ്മി, ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് കണ്ണൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ വിള്ളൽ കണ്ടെത്തിയത്. റുട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമായുള്ള പരിശോധന നടത്തുമ്പോഴാണ് S5 ബോഗിയുടെ ചക്രങ്ങളോട് ചേർന്ന ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയത്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ അടക്കം ഇടപെട്ടു. ആ ബോഗി മാത്രം ഒഴിവാക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറോളം അവിടെ ട്രെയിൻ പിടിച്ചിട്ടു. അതിനുശേഷം ആ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി. അതുമായി യാത്ര തുടരുന്നു. ഏതാണ്ട് ആ വിള്ളലുമായി തന്നെ ട്രെയിൻ കുറേയധികം ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുകൊണ്ട് അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോഗിയുടെ യാത്രയിൽ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടത്തിന് വഴിവെക്കാവുന്ന തരത്തിലുള്ള വിള്ളൽ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ ആ വിള്ളൽ വർദ്ധിക്കുന്ന സാഹചര്യവും മറ്റും ഉണ്ടായാൽ അപകടമുണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞാണ് പിന്നീട് 1 മണിക്കൂറോളം പിടിച്ചിട്ടു. പിന്നീട് ആ ബോഗി മാത്രം അതിപ്പോഴും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്ര തുടരുകയും ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി അറസ്റ്റ് ചെയ്ത് യുവാവിനെ ജയിലിൽ അടച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം. തിരൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. മലപ്പുറം SP-യാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് പൊന്നാനിയിൽ ആളുമാറി അറസ്റ്റ് ചെയ്തത്.
സംഭവത്തിൽ വകുപ്പുതല അന്വേഷണമാണ് നടക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് മലപ്പുറം SP S ശശിധരൻ IPS നിർദ്ദേശം നൽകി. തിരൂർ ഡിവൈഎസ്പി TP ഷംസാണ് അന്വേഷിക്കുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പൊന്നാനി വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് വ്യാഴാഴ്ച ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി അബൂബക്കറിനെ വെറുതെ വിട്ടു. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്ങൽ അബൂബക്കറിനെ 4 ദിവസം ജയിലിലിട്ടത്. രണ്ടുപേരുടെയും പിതാവിന്റെ പേര് ഒരുപോലെയായതാണ് വിനയായതെന്നാണ് പോലീസ് പറയുന്നത്. 24 ആണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. 24 തിരൂർ. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് KSRTC ബസ് തടഞ്ഞ ദമ്പതികൾ. ഇവർ സഞ്ചരിച്ച കാറിനെ അപകടകരമാം വിധം മറികടന്നെന്നാരോപിച്ചാണ് ബസ് തടഞ്ഞത്. കാറ് കുറുകെയിട്ട് 20 മിനിറ്റോളം ബസ് തടഞ്ഞിട്ടു. കാറുടമ മദ്യപിച്ചിരുന്നതായി KSRTC ഡ്രൈവർ പറഞ്ഞു. നാട്ടുകാർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞയുടൻ ഇവർ കാറുമായി കടന്നുകളയുകയായിരുന്നു. ഹരികൃഷ്ണൻ വിവരങ്ങൾ വെച്ചിരുന്നു. ഹരി, നേരത്തെ സമാനമായ സംഭവം അധികം നാളായിട്ടില്ല. ഇത്തരത്തിൽ കാറിനെ ബ്ലോക്ക് ചെയ്തതും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വികാസങ്ങളും. ഈ സംഭവം എന്താണ്? ഹാഷ്മി, ഇന്നലെ വൈകുന്നേരമാണ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നാഗർകോവിൽ നിന്ന് ഹരിപ്പാടേക്ക് പോയ KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ് ഈ ദമ്പതികൾ, കാറിലെത്തിയ ഈ ദമ്പതികൾ തടഞ്ഞത്. പ്രധാനമായും ഈ കാറിലെത്തിയ ദമ്പതികൾ പറയുന്നത് അപകടകരമാം വിധം ഈ KSRTC ബസ് തങ്ങളുടെ കാറിനെ ഓവർടേക്ക് ചെയ്തു, തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കാറ് ചേസ് ചെയ്ത് ഈ KSRTC ബസ്സിന് മുന്നിൽ ചെന്ന് നിന്ന് കുറുകിയിട്ട് യാത്ര തടസ്സപ്പെടുത്തി ഡ്രൈവറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഡ്രൈവറെ അസഭ്യം പറയുകയും മറ്റും ചെയ്തു. അങ്ങനെ പിന്നീട് അത് നാട്ടുകാരൊക്കെ ഇടപെട്ട് ആകെ ഒരു പ്രശ്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ KSRTC ഡ്രൈവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കാറുടമ മദ്യലഹരിയിലായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ യാത്രക്കാരുൾപ്പെടെ മറ്റ് നാട്ടുകാരുൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവർ, അതായത് KSRTC ബസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ വിളിക്കുമെന്ന് യാത്രക്കാർ പറഞ്ഞതോടുകൂടിയാണ് ഈ ദമ്പതികൾ ഈ കാറും എടുത്ത് കടന്നു കളഞ്ഞത്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ അവിടെ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഹാഷ്മി, KSRTC സംഭവത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ ഹരി? ഈ സംഭവത്തിൽ പരാതി KSRTC ഡ്രൈവറുടെ പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഡ്രൈവർ നമ്മളോട് പറയുന്നത്. അതായത് ഇതുവരെയും പരാതി നൽകിയിട്ടില്ല, പക്ഷേ പരാതി നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ KSRTC ഇത്തരത്തിൽ KSRTC ബസ് സർവീസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നാണ് ഡ്രൈവർ നമ്മളെ അറിയിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ഹരികൃഷ്ണൻ, നേരത്തെയുള്ള സംഭവത്തിൽ KSRTC അങ്ങനെ ഒരു പരാതി ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ KSRTC പരാതി കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നണികൾ. ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവിനെ തുടർന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ഇന്ന് ഉത്തർപ്രദേശിലെ വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ 5 ഘട്ടങ്ങളിലെ കണക്കാണ് പുറത്തുവിട്ടത്. 19.4 കോടി വോട്ടുകളുടെ കുറവ് ഇത്തവണ ഇതുപ്രകാരം സംഭവിച്ചു. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ആദ്യ 5 ഘട്ടങ്ങളിൽ 428 സീറ്റുകളിലായി 50.7 കോടി വോട്ടാണ് രേഖപ്പെടുത്തിയത്. 2019 426 സീറ്റുകളിലായി 70.1 കോടി വോട്ടുകൾ ആദ്യ 5 ഘട്ടങ്ങളിലായി പോൾ ചെയ്തിരുന്നു. മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ 7.2 കോടി വർധനവുണ്ടായിട്ടാണ് ഈ അവസ്ഥ. ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലിന് രാഷ്ട്രീയ പാർട്ടികളെ നിർബന്ധിതരാക്കുകയാണിത്. ജൂൺ 1 നടക്കുന്ന 7ാം ഘട്ടത്തിൽ സാധ്യമായ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള നീക്കങ്ങൾ ഈ സാഹചര്യത്തിൽ ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ റാലികളിൽ അടുത്ത ദിവസങ്ങളിൽ പങ്കെടുക്കും. അതേസമയം 400 സീറ്റ് കടക്കുമെന്ന തന്റെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം ഇത്തവണ കോൺഗ്രസ് ഖാർഗെയുടെ രൂപത്തിൽ ജൂൺ 4 കണ്ടെത്തുമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. മുജ്ര പരാമർശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകാൻ ഇന്ത്യ സഖ്യവും തീരുമാനിച്ചു. ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തിന് നേരെ ഇത്ര നീചമായ പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ പ്രതിപക്ഷം അടിമകളും മുജ്ര നടത്തുന്നവരുമായി അധപ്പതിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാറിനെ ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചു. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിൻ്റെതാണ് തീരുമാനം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, 33 LC മേഖലകൾ തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യാപാര ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് ഡൽഹിയിൽ ഗുഡ്വിൽ അംബാസഡർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അഡ്വക്കേറ്റ് KV അനിൽകുമാർ പറഞ്ഞു.
ക്വിസിൽ ലോക ചാമ്പ്യനാകാൻ നിങ്ങൾക്കും അവസരം. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ലോക ചാമ്പ്യൻഷിപ്പ് ജൂൺ 1-നാണ്. കേരളത്തിൽ ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 3 വേദികളാണ് ഉള്ളത്. അറിവിന്റെ ലോകത്ത് മാറ്റുരയ്ക്കാൻ തയ്യാറെടുത്തുകൊള്ളൂ. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ലോക ചാമ്പ്യൻഷിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. എല്ലാ വർഷവും ജൂണിലെ ആദ്യ ശനിയാഴ്ചയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ലോകമെങ്ങും 100ഓളം വേദികളിലായാണ് മത്സരം. ഇന്ത്യയിൽ ഇത്തവണ 15ഓളം വേദികളുണ്ട്. കേരളത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ, കൊച്ചിയിലെ കലൂറുള്ള ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയ എന്നിവയാണ് വേദികൾ. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രം, ചരിത്രം, കായികം, വിനോദം തുടങ്ങിയ 8 വിഷയങ്ങളിലായി 240 ചോദ്യങ്ങളുമായി 3 മണിക്കൂർ ദൈർഘ്യമേറിയ എഴുത്തുപരീക്ഷയിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 30-ന് മുമ്പ് 300 രൂപ ഫീസ് ഓൺലൈനായി അടച്ച് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 8842145565 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ www.iqa.asia എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. രജിസ്റ്റർ ചെയ്തവർ ജൂൺ 1-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നിശ്ചിത വേദിയിലെത്തണം. 2 ഭാഗങ്ങളിലായി നടക്കുന്ന എഴുത്തുപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 240 ചോദ്യങ്ങളടങ്ങിയ ബുക്ക്ലെറ്റും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർട്ടിഫിക്കറ്റും ലോക റാങ്കിങ്ങും ലഭിക്കും. ന്യൂസ് ഡെസ്ക് 24. ശരത് കെ രമേശ് ചോദിക്കുന്നു, നാളെ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നു. വിജേഷ് കാരായി പറയുന്നു, കണ്ണൂർ ഇരട്ടി മഴയില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് വേനൽ മഴയുടെ തീവ്രത കുറഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഇന്ന് 4 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. എന്നാൽ മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മഴയൊക്കെ ഇവിടെയുള്ളൂ. ഉത്തരേന്ത്യയിൽ കനത്ത ഉഷ്ണതരംഗം. രാജസ്ഥാനിലും പടിഞ്ഞാറൻ മധ്യപ്രദേശിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 48.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രാജസ്ഥാനിലെ ബർമറിൽ രേഖപ്പെടുത്തിയ താപനില. ജയ്സാൽമീറിൽ 48 46 ഡിഗ്രിക്ക് മുകളിലാണ് ഡൽഹിയിലെ താപനില. അടുത്ത 2 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഹരിയാനയിൽ ഓറഞ്ച് അലർട്ടും പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ശ്യാം ഫിലിപ്പ് മാത്യു പറയുകയാണ്, ജീവിതം ഒരു പോരാട്ടമാണ്, നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ വിജയിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല മോട്ടിവേഷൻ തന്നെ മറ്റേ മോട്ടിവേറ്ററെ പോലെയല്ല, ഒരു നല്ല മോട്ടിവേഷനിലാണ് ശ്യാം ഫിലിപ്പ് മാത്യു. അപ്പോൾ നല്ല മോട്ടിവേഷനോടുകൂടി നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.